മുഅ്മിനീങ്ങളെ, നമ്മുടെ പല അടുപ്പക്കാരും ഇന്ന് ഖബറിനുള്ളിലായിരിക്കും. നമ്മോട് എത്രയോ സ്നേഹം കാണിച്ച പലരും നമ്മുടെ ഉമ്മയാകാം, ഉപ്പയാകാം, നമ്മുടെ കൂട്ടുകുടുംബക്കാരാകാം, കൂട്ടുകാരാകാം, അധ്യാപകരാകാം, അയൽവാസിയാകാം, നാട്ടുകാരനാകാം, നമ്മളുമായിട്ട് ഏറ്റവും സഹായം കൊണ്ടും മറ്റുമൊക്കെ അടുപ്പക്കാരാവാം. ഇന്ന് പലരും ഖബറിനുള്ളിലാണ്. ഈ നിമിഷം മുതൽക്കോ അടുത്ത നിമിഷം മുതൽക്കോ ഇന്നോ നാളെയോ മറ്റന്നാളെയോ എന്നായാലും നമ്മളും ഖബർ ജീവിതം അനുഭവിക്കേണ്ടവരാണ്. നമ്മളൊക്കെ ഇന്നിങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. നമ്മളൊരു കുഴിയിലേക്ക് വീണു എന്ന് സങ്കല്പിക്കുക. ആഴമുള്ള കുഴിയാണ്. ആ കുഴിയിലേക്ക് ആളുകളുടെ എത്തിനോട്ടം നമ്മൾ എത്രത്തോളം പ്രതീക്ഷിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ ആ കുഴിയിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആരെങ്കിലും തന്നെ കേൾക്കുമോ, തന്നെ രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ, ഇരുട്ടുള്ള ഈ കുഴിയിലേക്ക് വെളിച്ചവുമായിട്ട് ഏതെങ്കിലും സഞ്ചാരി വരുമോ, ഏതെങ്കിലും അടുപ്പക്കാർ വരുമോ, ഇന്നാലിന്നാൾ വരുമോ, എൻ്റെ അത്രക്കും ഉറ്റ കൂട്ടുകാരനായിരുന്നല്ലോ, അവനെങ്കിലും എന്നെ രക്ഷിക്കാൻ വരുമോ എന്നൊക്കെ അങ്ങനെ നമ്മളിങ്ങനെ കുഴിയിൽ നിന്നും കാത്തിരിക്കുന്നത് പോലെ ഓരോ കബറാളിയും തൻ്റെ അടുപ്പക്കാരെ, തന്നോട് അത്രക്കും അടുപ്പം കാണിച്ച സ്നേഹിതരെ, അടുപ്പം കാണിച്ച മക്കളെ, മാതാപിതാക്കളെ, കുടുംബക്കാരെ, നാട്ടുകാരനെ, അധ്യാപകരെ, ശിക്ഷരെ എല്ലാവരെയും ആ കബറാളി കാത്തിരിക്കുമത്രേ. ഞാൻ പറഞ്ഞു വരുന്നത്, ഖബറിലുള്ള ആളുകളോട് നമുക്ക് കടപ്പാടുണ്ട്. ഈ ഖബറിലുള്ള ആളുകൾക്ക് വേണ്ടി നമ്മൾ ധാരാളം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് ഖബറിലുള്ള ആളുകളെ ഒറ്റപ്പെടുത്താതെ ചേർത്ത് പിടിച്ചാൽ നമ്മളെയും ചേർത്ത് പിടിക്കാൻ നമ്മുടെ തലമുറയുണ്ടാകും, മക്കളുണ്ടാകും, നാട്ടുകാരുണ്ടാകും. മരിച്ചുപോയത് നമ്മുടെ ഉമ്മയാകാം, ഉപ്പയാകാം, ആരുമാകാം. അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്, വല്ലദീന ജാഊ മിൻ ബഅദിഹിം യഖൂലൂൻ റബ്ബനാ ഇഗ്ഫിർ ലനാ അല്ലാഹുമ്മ റബ്ബനാ ഇഗ്ഫിർ ലനാ. ഹദീസിലൊക്കെ കാണാൻ പറ്റുന്നതിൻ്റെ വിശദീകരണം, റബ്ബനാ ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങൾക്ക് മുമ്പേ ഈമാൻ കൊണ്ട് മറികടന്ന, ഞങ്ങൾക്ക് മുമ്പേ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ സഹോദരന്മാർക്ക് അല്ലാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മുഅ്മിനീങ്ങളുടെ ഒരു സാഹചര്യം വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളുടെ മുമ്പേ വിശ്വസിച്ചു പോയ ആളുകളുണ്ട്, അല്ലാഹുവേ അവർക്ക് നീ മാപ്പ് കൊടുക്കണേ അല്ലോ എന്ന് പ്രാർത്ഥിക്കുക. അതിനെ സംബന്ധിച്ചാണ് ഈ ഒരു സൂറത്തുൽ ഹശറിൻ്റെ 10-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു പറയുന്നത്. മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഇബാദത്ത് എന്ന് പറയുന്ന പ്രാർത്ഥനയാണ്. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം, അവരുടെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു എന്നൊക്കെ ഹദീസ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാം. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ അത് ഏത് സാധാരണക്കാർക്കും ദ്വാരിക്കാവുന്ന ദുആണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു അതെങ്കിലും ദ്വാരിക്കാം. ദീർഘമായിട്ട് ദ്വാരിക്കണമെങ്കിൽ നമുക്കറിയാം, മയ്യിത്ത് നിസ്കാരത്തിലൊക്കെ നമ്മൾ ദ്വാരിക്കുന്നത് പോലെ വഅക്കിരിം നുസുലഹു വസ്സി മുദ്ഖലഹു എന്നുള്ള ആ ദുആ നമുക്ക് മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ അടുപ്പത്തോടു കൂടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് മരിച്ചവർക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. അവരെ ഒരിക്കലും ഒറ്റപ്പെട്ടവരായിട്ട് മാറ്റി നിർത്തരുത്. മറ്റൊന്ന്, മരണശേഷം തുടർന്നു കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു നന്മയാണ് സ്വതഖത്തുൻ ജാരിയ. മനുഷ്യൻ മരിച്ചു പോയാൽ അവൻ്റെ എല്ലാ പ്രവർത്തനവും നിന്നുപോകും. അവൻ മുമ്പ് ചെയ്ത എല്ലാ പ്രവർത്തനവും നിന്നുപോകുമല്ലോ. ആ മനുഷ്യനിലേക്ക് പിന്നീട് ഒന്നുമേ എത്തൂല. അവൻ മുമ്പ് ശമ്പളം വാങ്ങിയ ഒരാളാണെങ്കിൽ അവൻ്റെ ശമ്പളം മരണത്തോടു കൂടി നിന്നു. അവൻ മുമ്പ് ശ്വാസം വലിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ നിന്നുപോയി. അവൻ നടക്കുന്ന ആളാണെങ്കിൽ അത് നിന്നുപോയി. അവൻ മുമ്പ് പാടത്തേക്ക് പണിയെടുക്കാൻ പോയിരുന്ന ആളാണെങ്കിൽ അത് മരണത്തോടു കൂടി നിന്നുപോയി. അവൻ കുടുംബത്തെ പോറ്റിയ ആളാണെങ്കിൽ മരണത്തോടു കൂടി അവൻ്റെ അമൽ നിന്നുപോയി. മരണത്തോടു കൂടിയിട്ട് അവൻ്റെ നിസ്കാരം നിന്നുപോയി, നോമ്പ് നിന്നുപോയി. പക്ഷേ മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം നിലനിൽക്കുന്ന ഒന്നാണ്, മരിച്ചു കഴിഞ്ഞാലും ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് സ്വതഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്. അത് പള്ളി നിർമ്മാണം, ആളുകളെ വെള്ളം കുടിപ്പിക്കുക, കിണർ കുഴിക്കുക, ഇസ്ലാമിക അധ്യാപന സ്ഥാപനങ്ങളെ സഹായിക്കുക, ദീനീ ദഅവത്തിന് വേണ്ടി സഹായിക്കുക. ഇങ്ങനെ നമുക്ക് സ്വതഖത്തുൻ ജാരിയ നമുക്ക് നമ്മുടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റും. നമ്മുടെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ ഔദാര്യമെന്ന് പറയുന്നത്, അവരോട് കാണിക്കേണ്ട കടപ്പാടെന്ന് പറയുന്നത് സ്വതഖത്തുൻ ജാരിയ. മറ്റൊന്ന്, അവർക്ക് വേണ്ടി വിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ആ ഖുർആനിനെ സമർപ്പിക്കുക എന്നുള്ളതാണ്. പല പണ്ഡിതന്മാരും പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അതിൻ്റെ പ്രതിഫലം മരിച്ചവർക്കായിട്ട് വിനിയോഗിക്കാമെന്നാണ്. അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു ഇലാ ഫുലാൻ ഇലാ ഉമ്മി ഇലാ അബി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ മിസ്ല സവാബിന് എനിക്ക് എത്രത്തോളം പ്രതിഫലമാണ് ഖുർആൻ ഓതൽ കൊണ്ട് കിട്ടുന്നത്, അതിനോളം വരുന്ന ഒരു പ്രതിഫലം അല്ലാഹുവേ ഇന്നാലിന്ന ആളിലേക്ക് നീ എത്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും.
അത് നമ്മൾ സജ്ജിതരായിട്ടുള്ള നമ്മുടെ ഉലമാക്കൾ പഠിപ്പിച്ചു തന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടിയിട്ട് സവാബിനെ നിരന്തരമായിട്ട് കൊടുക്കാൻ പറ്റും. ആ സവാബിനെ കിട്ടുക എന്ന് പറയുന്നത് ഏകനായിരിക്കുന്ന ഇരുട്ടുള്ള ഖബറിൽ അവർക്ക് വെളിച്ചമാണ്, അവർക്ക് ആശ്വാസമാണ്. ഒരിക്കലും പുറത്തു കിടക്കാൻ കഴിയില്ലല്ലോ, പക്ഷെ അവർക്ക് ആശ്വാസമാണ്. അതുപോലെ തന്നെ മാത്ത അലൈഹി സിയാമൻ സ്വാമ അൻഹു വലിയുഹു എന്ന ഹദീസിൽ കാണാൻ പറ്റും. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാൾക്ക് നിർബന്ധമായ നോമ്പ് നോറ്റ് വീട്ടാനുണ്ടെങ്കിൽ അത് അവൻ്റെ വലിയ നോമ്പ് നോറ്റ് വീട്ടാവും, അവനക്കതിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന്. അതുപോലെ തന്നെ കടങ്ങൾ തീർക്കുക. മരിച്ചുപോയ ആൾക്കാർക്ക് കടങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കടങ്ങളൊക്കെ വീട്ടിലോട് കൂടിയിട്ട് ആ മരിച്ചവരുമായിട്ട് നമുക്ക് പ്രത്യേക ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാകും. നഫ്സുൽ മുഅ്മിനി മുഅല്ലഖത്തും ബിദൈനിഹി എന്നർത്ഥം. അപ്പോൾ ഒരു മുഅ്മിനിൻ്റെ കടം തീർക്കുക എന്ന് പറഞ്ഞാൽ അത്രക്കും വലിയ ഒരു പ്രതിഫലം മറ്റൊന്നായിട്ട് കണക്കാക്കാൻ പറ്റില്ല. അത്രക്കും വലിയ, നമുക്ക് മരിച്ചവരോട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ പ്രവർത്തനം അതാണ്. അതുപോലെ തന്നെ ഒരു സ്ത്രീ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നുണ്ട്, റസൂലേ, എൻ്റെ ഉമ്മ മരണപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ആ ഉമ്മയുടെ പേരിൽ ഹജ്ജ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. മരിച്ചുപോയ ഉമ്മാൻ്റെ പേരിൽ നിർബന്ധമായ ഹജ്ജ് എനിക്ക് വീട്ടാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഖാല റസൂലുള്ളാഹി നഅം, എനിക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, അവർ നിർബന്ധമായ ഹജ്ജോ ഉംറയോ അവർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നിർബന്ധമായ ഹജ്ജോ ഉംറ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ മേലിൽ നമുക്ക് ഹജ്ജിനെ പകരം ചെയ്യാം, അതവർക്ക് കൂലിയാണ്. ഇങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. മക്കൾ നല്ലവരാണെങ്കിൽ ആ സ്വാലിഹീങ്ങളായ മക്കൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് എന്നല്ല. അതായത് വലതും സ്വാലിഹീൻ യദൂലഹു, തനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളുണ്ടെങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥനയും ഖബറിലേക്ക് ധാരധാരയായി എത്തുമെന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നല്ല മക്കളെ വളർത്തിയെടുക്കണം. നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരപ്പെടുന്ന ആളായി മാറും. ഈ സ്വാലിഹി എന്ന് പറഞ്ഞാൽ പ്രവർത്തനം നന്നാക്കുക എന്നർത്ഥം. പ്രവർത്തനം നന്നാക്കണമെങ്കിൽ നല്ല ഇൽമു വേണം. നല്ല പണ്ഡിതനായ ആലിമായ ഒരു മകൾ നമുക്കുണ്ടെങ്കിൽ അവർ സ്വാലിഹീങ്ങളാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. മാത്രമല്ല, അവർ സ്വാലിഹീങ്ങളായാൽ ആ സ്വാലിഹീങ്ങളായ ആളുകൾ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയൊരു ഗുണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി പലരും ചോദിക്കാറുണ്ട്, ഞാൻ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ ഉമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, ഉപ്പയെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്, മാപ്പ് ചോദിക്കാൻ പറ്റിയിട്ടില്ല. നേരിട്ട് മാപ്പ് ചോദിക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു പോയി, എൻ്റെ കൂട്ടുകാരെ ഞാൻ പറ്റിച്ചിട്ടുണ്ട്, മാപ്പ് ചോദിക്കാൻ പറ്റിയിട്ടില്ല. ഇസ്ലാം എന്തിനാണ്? ഇസ്ലാം അതിനൊരു മാർഗദർശനം കൊടുക്കുന്നുണ്ട്, അതിനൊരു പരിഹാരം കാണുന്നുണ്ട്. മരിച്ചു പോയവരോട് മാപ്പ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് മാഫിറത്ത് ചോദിക്കലാണ്. അല്ലാഹുമ്മ ഗഫിർ ലഹു വർള അൻഹു വജ്അൽനി മിനൽ മുഹ്സിനീന ഇലൈഹി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പ്രാർത്ഥിക്കുക. അവരുടെ ഇസ്തിഗ്ഫാറിന് വേണ്ടിയിട്ട്, അവരുടെ പാരത്രിക വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇതാണ് അവരോട് കാണിക്കുന്ന മാപ്പ് എന്ന് പറഞ്ഞാൽ. കടം പോലത്തെ അവർക്ക് കൊടുക്കേണ്ട ബാധ്യതയാണെങ്കിൽ അവരുടെ അനന്തരം ആരാണ് ഏറ്റെടുക്കുന്നത് അവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് അവരോട് മാപ്പ് കാണിക്കേണ്ടത്. മാതാപിതാക്കളാണെങ്കിൽ അവരുടെ പേരിലൊക്കെ സ്വതക്ക കൊടുക്കാം. നമ്മൾ ചെയ്ത തെറ്റിന് പകരം ഏറ്റവും നല്ല ഗുണമെന്ന് പറഞ്ഞാൽ അത് സ്വതക്ക കൊടുക്കലാണ്. അസ്വതക്കത്ത് തുത്ഫിഉൽ ഖതീഅ എന്ന ഹദീസിൽ കാണാൻ പറ്റും. നമ്മൾ ചെയ്ത തെറ്റിനെ കരിച്ചു കളയുന്ന, കെടുത്തി കളയുന്ന ഒന്നാണ് ധർമ്മം. അതുകൊണ്ട് നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെ പേരിൽ ധർമ്മം കൊടുത്തുകൊണ്ട് ആ തെറ്റിന് പകരം നമുക്ക് തെറ്റിനെ നന്മ കൊണ്ട് തിരുത്താൻ കഴിയും. അതുകൊണ്ട് മരിച്ചു പോയി എന്ന് കരുതിയിട്ട് നമ്മൾ മാപ്പ് ചോദിക്കാതിരിക്കേണ്ട, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ പരലോക ഗുണത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൻ്റെ കടങ്ങൾ തീർത്തു കൊടുക്കാം. അവനോട് അന്യായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തോട് നല്ല രൂപത്തിൽ പെരുമാറിക്കൊണ്ട് അവരുടെ അവകാശങ്ങൾ തിരിച്ചു കൊടുക്കുന്ന രൂപത്തിലേക്ക് നമുക്ക് മാപ്പ് ചോദിക്കാം. മാത്രമല്ല, നമ്മളായിട്ട് ചെയ്യേണ്ട വേറൊന്നു കൂടി ഉണ്ട്. തുബൂ ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിലേക്ക് എല്ലാം പറഞ്ഞുകൊണ്ട് തൗബ ചെയ്യണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഹൃദയപൂർവ്വം തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങിയിട്ട് അതിൻ്റെ കൂടെ നമ്മളത് ചെയ്യണം. അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് അവർക്ക് മാഫിറത്തിന് വേണ്ടി പ്രാർത്ഥിക്കലോട് കൂടിയിട്ട് നമ്മൾ ചെയ്ത തെറ്റിനെ നമ്മൾ മാപ്പ് ചോദിക്കണം, അല്ലാഹുവിനോട് തൗബ ചെയ്യണം. മാത്രമല്ല, അവനെക്കുറിച്ച് നല്ലത് പറയാം. അവനോട് കുറേ ദേഷ്യമുണ്ട്, പക്ഷേ തൗബ ചെയ്തിട്ട് അവനക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും പാരിത്രിക വിജയത്തിന് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒതുക്കുറവും മഹാസിന മൂത്താക്കും. നിങ്ങളിന്ന് മരിച്ചു പോയവരുടെ നല്ല ഗുണങ്ങൾ നിങ്ങൾ ഓർക്കണേ, പറയണേ എന്ന് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവനെപ്പറ്റി നല്ലത് പറയാം. അവനെപ്പറ്റി ഇത്ര കാലം മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോശം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി മുതൽ നല്ലത് പറയാൻ അത് നല്ലൊരു കാര്യമാണ്. അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ്. അതുകൊണ്ട് തന്നെ ഒരാളുടെ ഹക്ക്, ഒരാളുടെ അവകാശം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗൗരവമായിട്ട് കാണണം. കഴിയുമെങ്കിൽ അവൻ്റെ കുടുംബത്തോട് മാപ്പ് ചോദിച്ചിട്ട് അവരുടെ അവകാശം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ചുരുക്കി പറഞ്ഞാൽ, മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കലാണ്.
സ്വതക്ക കൊടുക്കലാണ്, ഖുർആൻ ഓതലാണ്, അവർക്ക് ഹജ്ജോ ഉംറയോ ചെയ്തു വിട്ടാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ നിർബന്ധമായ ഹജ്ജ് തീർക്കണം എന്നുള്ളൊരു ഉപാധിയുണ്ട്. അതിന് ശേഷം നമുക്കത് വീട്ടാവുന്നതാണ്. മാത്രമല്ല അവരുടെ കുടുംബത്തെ സഹായിക്കുക, അത് ഏറ്റവും വലിയ കാര്യമാണ്. അവരുടെ കുടുംബത്തെ ചോർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ നമ്മുടെ ആവശ്യമായി കണ്ടുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുക. അത് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച്, ഖബറിനുള്ളിൽ കിടക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് സന്തോഷമായിരിക്കും, അവർക്കതൊരു സുഖമായിരിക്കും. ആ സുഖമാണ് അവരുടെ പൊരുത്തം. അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കുക, അവർ സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് ഖബർ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യം അവർക്ക് സാധ്യമാക്കുന്ന വഴികളൊക്കെ നമ്മൾ ഒരുക്കി കൊടുത്താൽ നമുക്ക് മാപ്പ് കിട്ടും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നൽകി അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സമയത്ത് കാമിലായി ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ടവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ.